ദൈവ തിരുനാമത്തിന് മഹത്വം. മലബാർ വോയിസ് എന്ന ഫേസ്ബുക്ക് ഗ്രൂപ്പ് സംഘടിപ്പിക്കുന്ന ഈ വചന പഠന പരമ്പരയിൽ പങ്കാളിയാകുവാൻ എനിക്കും ദൈവം നൽകിയ അവസരത്തിനായി സ്തോത്രം ചെയ്യുന്നു. യേശുക്രിസ്തു അരുളി ചെയ്ത ഉപമകളുടെ വിശദീകരണമാണല്ലോ ഈ വചന പരമ്പരയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നു. ഇതിന് നേതൃത്വം നൽകുന്ന പാസ്റ്റർ ജസ്റ്റിനെ വിശേഷാൽ അഭിനന്ദിക്കുന്നു. എല്ലാവർക്കും കർത്താവ് യേശുക്രിസ്തുവിന്റെ നാമത്തിൽ വന്ദനം. ഇന്ന് നാം പഠിക്കുന്ന യേശുക്രിസ്തുവിന്റെ ഉപമ രേഖപ്പെടുത്തിയിരിക്കുന്നത് മത്തായിയുടെ സുവിശേഷം 20-ാം അധ്യായം അതിന്റെ 1 മുതൽ 16 വരെയുള്ള വാക്യങ്ങളിൽ മുന്തിരിത്തോട്ടത്തിലെ വേലക്കാരെ കുറിച്ച് യേശുക്രിസ്തു പറഞ്ഞ ഉപമയാണ്. യേശുക്രിസ്തു പഠിപ്പിച്ച ഉപമകളിൽ സ്വർഗരാജ്യത്തെക്കുറിച്ച് പഠിപ്പിച്ച വളരെ പ്രധാനപ്പെട്ട ഒരു ഉപമയാണ് ഇന്ന് നാം പഠിക്കുവാനായി പോകുന്നത്. വളരെ പ്രസിദ്ധനായ ദൈവശാസ്ത്രജ്ഞൻ C.G. മോണ്ടിഫോറിന്റെ അഭിപ്രായത്തിൽ this is one of the greatest and most glorious of all parables. ഇന്ന് നാം പഠിക്കുന്ന ഈ പാരബിൾ വളരെയേറെ പ്രാധാന്യമുള്ള ഒരു ഉപമയാണ്. സ്വർഗരാജ്യത്തിലേക്കുള്ള പ്രവേശനത്തെക്കുറിച്ച് മത്തായിയുടെ സുവിശേഷം 19-ാം അധ്യായത്തിൽ ധനികനായ ഒരു പ്രമാണി വന്ന് ചോദിക്കുന്ന ഒരു പശ്ചാത്തലമുണ്ട്. അതിനോടനുബന്ധിച്ച് പത്രോസ് അപ്പോസ്തലൻ യേശുവിനോട് ഒരു ചോദ്യം ചോദിക്കുന്നതായി കാണാൻ കഴിയുന്നു. 27-ാം വാക്യം മത്തായിയുടെ സുവിശേഷം 19:27. അവിടെ ഇങ്ങനെ പ്രസ്താവിച്ചിരിക്കുന്നു: ഞങ്ങൾ സകലവും വിട്ട് നിന്നെ അനുഗമിച്ചുവല്ലോ, ഞങ്ങൾക്ക് എന്ത് കിട്ടും എന്ന് ചോദിച്ചു. ഇവിടെ പത്രോസ് അപ്പോസ്തലന്റെ ചോദ്യം, അതിനനുബന്ധമായി യേശുവിന്റെ ഉത്തരം, ഇതെല്ലാം തന്നെ 20-ാം അധ്യായത്തിൽ നൽകിയിരിക്കുന്ന മുന്തിരിത്തോട്ടത്തിലെ വേലക്കാരുമായി ബന്ധപ്പെട്ട ഉപമയുടെ പശ്ചാത്തലമാണ്. യേശു അപ്പോൾ അവസാനമായി ആ ചോദ്യത്തിന് ഉത്തരമായി 30-ാം വാക്യത്തിൽ മത്തായിയുടെ സുവിശേഷം 19:30 ഇങ്ങനെ നൽകിയിരിക്കുന്നു: എങ്കിലും മുമ്പന്മാർ പലർ പിൻപന്മാരും പിൻപന്മാർ മുൻപന്മാരും ആകും എന്ന് കാണുന്നു. അതിന്റെ ഒരു വിശദീകരണമാണ് ഈ ഉപമ എന്നത് പ്രസ്താവ്യമായ കാര്യമാണ്. കാരണം 19-ാം അധ്യായം 30-ാം വാക്യം തന്നെയാണ് 20-ാം അധ്യായത്തിൽ നൽകിയിരിക്കുന്ന ഉപമയുടെ അവസാന ഭാഗത്ത്, അതിന്റെ 16-ാം വാക്യത്തിൽ നൽകിയിരിക്കുന്നത്. ഇങ്ങനെ പിൻപന്മാർ മുമ്പന്മാരും മുമ്പന്മാർ പിൻപന്മാരും ആകും എന്ന് പറഞ്ഞു. സാധാരണ രീതിയിൽ ഈ ഉപമ വായിക്കുമ്പോൾ അതിന്റെ ആദ്യ വായനയിൽ ഒരുപക്ഷെ നമുക്ക് തോന്നാം ഇതൊരു സാങ്കല്പികമായ സംഭവമാണ്. എന്നാൽ ഇതൊരു സാങ്കല്പികമായ സംഭവമല്ല. സാധാരണഗതിയിൽ പാലസ്തീനിൽ നടന്നിരുന്ന ഒരു സംഭവം ആണ് യേശുക്രിസ്തു സ്വർഗരാജ്യത്തിന്റെ വിശദീകരണമായിട്ട് ഇവിടെ പ്രസ്താവിച്ചിരിക്കുന്നത്. നമുക്ക് ആ ഭാഗം നോക്കുമ്പോൾ അതിന്റെ ഓരോ
വാക്യങ്ങളായിട്ട് നമുക്കൊന്ന് ശ്രദ്ധിക്കാം. 1-ാം വാക്യത്തിൽ തന്നെ വിശദീകരിച്ചിരിക്കുന്നു, ദൈവരാജ്യം വീട്ടുടയവനോട് സദൃശ്യം. ഇവിടെ ദൈവരാജ്യത്തെ സ്വർഗരാജ്യം എന്നാണ് വിളിച്ചിരിക്കുന്നത്. മത്തായി എഴുതിയ സുവിശേഷത്തിൽ ദൈവരാജ്യത്തെ സ്വർഗരാജ്യം എന്നാണ് മത്തായി വിശേഷിപ്പിക്കാറുള്ളത്. അപ്പോൾ ഈ സ്വർഗരാജ്യം തന്റെ മുന്തിരിത്തോട്ടത്തിൽ വേലക്കാരെ വിളിച്ചാക്കേണ്ടതിന് പുലർച്ചയ്ക്ക് പുറപ്പെട്ട വീട്ടുടയവനോട് സദൃശ്യം എന്നാണ് കൊടുത്തിരിക്കുന്നത്. അപ്പൊ സ്വർഗരാജ്യം എന്നത് വീട്ടുടയവനോട് സദൃശ്യം. അപ്പൊ വീട്ടുടയവനും വീട്ടുടയവന്റെ സ്വഭാവവും വീട്ടുടയവന്റെ സമീപനവുമാണ് ഈ ഉപമയിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗം. മറ്റുള്ളതെല്ലാം യേശുക്രിസ്തു പറയാൻ ആഗ്രഹിച്ച ആ വചനത്തിന്റെ പറയാൻ ആഗ്രഹിച്ച പ്രധാനപ്പെട്ട വസ്തുതയുടെ ഓരോ ഭാഗങ്ങളെന്ന് മാത്രമേ ഉള്ളൂ. ഇവിടെ ഈ പശ്ചാത്തലത്തിൽ വീട്ടുടയവൻ എന്താ ചെയ്യുന്നത്? തന്റെ മുന്തിരിത്തോട്ടത്തിൽ വേല ചെയ്യേണ്ടതിന് വേലക്കാരെ അന്വേഷിച്ചിറങ്ങിയ. ഈ ഉപമയുടെ ഒരു സാഹചര്യം എന്ന് പറയുന്നത് ഒരു പാലസ്തീനിയൻ ഗ്രാമാന്തരീക്ഷമാണ്. ഏകദേശം സെപ്റ്റംബർ മാസത്തോട് അനുബന്ധിച്ച് നടക്കുന്ന ഒരു സംഭവമാണിത്. നാം ഈ ഉപമ കേൾക്കുമ്പോഴും ഞാൻ ഇന്ന് ഈ ഉപമ നിങ്ങളോട് പങ്കുവെക്കുമ്പോഴും ഒരു സെപ്റ്റംബർ കോണ്ടെക്സ്റ്റിലാണ് പങ്കുവെക്കുന്നത്. നമുക്കറിയാം, സെപ്റ്റംബർ മാസം പാലസ്തീനിൽ തണുപ്പ് ആരംഭിക്കുന്ന സമയമാണ്. അപ്പം ഇളം തണുത്ത കാറ്റും ഒക്കെയുള്ള ഒരു അതിരാവിലെ സമയം. മുന്തിരിത്തോട്ടത്തിന്റെ ഉടമയായ വീട്ടുടമസ്ഥൻ എഴുന്നേറ്റ് തന്റെ തോട്ടത്തിൽ ജോലി ചെയ്യേണ്ടതിന് ആൾക്കാരെ അന്വേഷിച്ച് ഇറങ്ങുകയാണ്. അങ്ങനെ ആ വീട്ടുടമസ്ഥൻ ഇറങ്ങുമ്പോൾ അത് എന്തിനു വേണ്ടിയാണ്? ഫലം കളക്ട് ചെയ്യാൻ വേണ്ടിയാണ്. കാരണം ഈ സെപ്റ്റംബർ മാസം 3-ാം ആഴ്ച മുതലുള്ള സമയമാണ് മുന്തിരിത്തോട്ടത്തിൽ ഫലം വിളവെടുപ്പിന് വേണ്ടി തയ്യാറാകുന്നത്. അപ്പോഴങ്ങനെ വിളവെടുപ്പിന് വേണ്ടി പാകമായ മുന്തിരിക്കുലകൾ അറുത്ത് ശേഖരിക്കാൻ വേണ്ടിയാണ് താൻ ജോലിക്കാരെ അന്വേഷിക്കുന്നത്. അങ്ങനെ അതിരാവിലെ സമയം താൻ പോകുന്നു. 2-ാം വാക്യം, വേലക്കാരോട് അവൻ ദിവസത്തേക്ക് ഓരോ വെള്ളിക്കാശു പറഞ്ഞൊത്തിട്ട് അവരെ മുന്തിരിത്തോട്ടത്തിൽ അയച്ചു. എപ്പോഴാണ്? പുലർച്ചയ്ക്ക് പുറപ്പെട്ടു എന്നാണ് കൊടുത്തിരിക്കുന്നത്. ഈ പുലർച്ചയ്ക്ക് പുറപ്പെട്ടു എന്ന് പറയുമ്പോൾ നമ്മൾ യഹൂദന്മാരുടെ സമയക്രമം മനസ്സിലാക്കേണ്ടത് ആവശ്യമാണ്. ഈ വാക്യത്തിലെ ഭാഗം പറഞ്ഞിട്ട് അടുത്ത വാക്യം വരുമ്പോൾ അതിന്റെ ഒരു വിശദീകരണം കൂടെ ഞാൻ പറയാം. പുലർച്ചെ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് രാവിലെ 6 മണി സമയമാണ്. അപ്പോൾ ഈ 6 മണി സമയത്ത് തന്നെ വീട്ടുടമസ്ഥൻ വേലക്കാരെ അന്വേഷിച്ചിറങ്ങുന്നു. അപ്പോൾ നന്നാ രാവിലെ തന്നെ പണി സാധനങ്ങളൊക്കെ ആയിട്ട് ആരെങ്കിലും ജോലിക്ക് തങ്ങളെ വിളിക്കുമെന്നുള്ള ആഗ്രഹത്തിൽ ചന്തസ്ഥലത്ത് അവരിങ്ങനെ വേലക്കാർ നിൽക്കുകയാണ്.
സാധാരണഗതിയിൽ വേലക്കാർ 3 തരത്തിൽ നമുക്ക് തിരിക്കാൻ കഴിയും. ഒന്നാമത്തെ വേലക്കാർ എന്ന് പറയുന്നത്, അവർ ഈ യഹൂദന്മാരുടെ വീടുകളിൽ അടിമകളായി നിന്ന് പണിയെടുക്കുന്നവർ. അവര് ജന്മന അവിടെ ഉള്ളവരാണ്, ഇല്ലെങ്കിൽ വിലയ്ക്ക് വാങ്ങി അവരെ അവിടെ അടിമകളാക്കി താമസിപ്പിക്കുന്നവരാണ്. രണ്ടാമത്തെ കൂട്ടർ എന്ന് പറയുന്നത് ബാല്യക്കാരായിട്ടുള്ളവർ എന്ന് പറഞ്ഞാൽ ജോലിക്ക് വരും, ആ വീടിനുള്ള ബന്ധത്തിൽ ജോലി ചെയ്യും, തിരികെ പോകും, അല്ലെങ്കിൽ അവിടെ തന്നെ താമസിക്കാറുണ്ട്. ഒരു അടിമകളല്ല, പക്ഷെ ബാല്യക്കാരായി വേലക്കാരായി അവരോടൊപ്പം നിൽക്കുന്നവർ. മൂന്നാമത്തെ കൂട്ടരാണ് ഇവിടെ പറയപ്പെടുന്ന ജോലിക്കാർ. അവർക്ക് ഏതെങ്കിലും ഒരു പ്രത്യേക വീടുമായിട്ട് ബന്ധപ്പെട്ടുള്ള ജോലിയൊന്നുമില്ല. അവർക്ക് പൊതുവായി ലഭിക്കുന്ന ജോലി മാത്രമേ ഉള്ളൂ. അതിനായി രാവിലെ തന്നെ അവർ ചന്തസ്ഥലത്ത് പോയി നിൽക്കും. പൊതുസ്ഥലത്ത് നിൽക്കുമ്പോൾ അവിടെ വന്ന് ആർക്കൊക്കെയാണോ ഈ ജോലിക്കാരെ ആവശ്യം അവരെ വിളിച്ചുകൊണ്ട് പോകും. അപ്പൊ അങ്ങനെ ഒരു കോണ്ടെക്സ്റ്റിലുള്ള ജോലിക്കാരാണ് അവർ. ഈ ജോലിക്കാരുടെ ഒരു പ്രത്യേകത, അവർക്ക് അന്നന്നത്തെ ജോലിക്ക് കിട്ടുന്ന പണമാണ് അവരുടെ കുടുംബത്തിന്റെ നട്ടെല്ലെന്ന് പറയുന്നത്. മിക്കവാറും പട്ടിണിയുള്ള കുടുംബങ്ങളാണ് ഈ ജോലിക്കാരുടെ കുടുംബങ്ങൾ. ഇവര് വേലയ്ക്ക് പോയി അന്ന് കിട്ടുന്ന പണം ഉപയോഗിച്ചാണ് ആ കുടുംബത്തെ മുന്നോട്ട് നയിക്കുന്നത്. മിക്കവാറും പട്ടിണിയാണ്. അന്നൊരു ദിവസം കൂലി കിട്ടിയില്ലെങ്കിൽ അവരും മക്കളും ഒക്കെ പട്ടിണിയാണ്. എന്നാൽ ആദ്യം ഞാൻ പറഞ്ഞ 2 ഗ്രൂപ്പുണ്ട്. ഒന്ന് അടിമകളായി വീട്ടിനോടൊപ്പം താമസിക്കുന്നവർ. രണ്ടാമത് അവിടെയുള്ള ബാല്യക്കാരും മറ്റു ജോലിക്കാരൊക്കെ. അവർക്കാർക്കും അങ്ങനെ പട്ടിണി സാധാരണ ഇതിൽ ഉണ്ടാകാറില്ല. കാരണം വീട്ടിൽ സമൃദ്ധി ഉണ്ടെങ്കിൽ, യജമാനന്റെ വീട്ടിൽ സമൃദ്ധി ഉണ്ടെങ്കിൽ അവർക്കും അതിന്റെ ഭാഗം ലഭിക്കാറുണ്ട്. എന്നാൽ ഈ കൂട്ടർ അങ്ങനെയല്ല. അവർക്ക് ഡെയിലി വേജസിലൂടെ മാത്രമേ പണം ലഭിക്കാറുള്ളൂ. അപ്പൊ അങ്ങനെ വളരെ വളരെ പരിതാപകരമായ രീതിയിൽ ജീവിക്കുന്ന ഒരു കൂട്ടരാണ് ഈ വേലക്കാർ എന്ന് പറയുന്നത്. അങ്ങനെയുള്ളവരെയാ വിളിക്കുന്നത്. ആദ്യം അതിരാവിലെ പോയി ഒരു കൂട്ടരെ വിളിക്കുന്നു, അവർ വന്ന് ജോലി ചെയ്യുന്നു. അവരെ കൊണ്ടാക്കുമ്പോൾ യജമാനൻ പറയുന്ന കാര്യം ഇങ്ങനെയാണ്: വേലക്കാരോട് അവൻ ദിവസത്തേക്ക് ഓരോ വെള്ളിക്കാശ് പറഞ്ഞൊത്തിട്ട് അവരെ മുന്തിരിത്തോട്ടത്തിൽ അയച്ചു. ജോലിയൊക്കെ പറഞ്ഞ് കൃത്യമായിട്ട്, ഇതാണ് നിങ്ങളുടെ ജോലി, മുന്തിരിത്തോട്ടത്തിൽ പോകണം, ജോലി ചെയ്യണം. പിന്നെ എന്താണ് പറഞ്ഞൊത്തത്? നിങ്ങൾക്ക് എല്ലാവർക്കും 1 വെള്ളിക്കാശ് ഞാൻ കൂലിയായി തരാം. അതും സമ്മതിച്ചു. കാരണം അന്നത്തെ പാലസ്തീനിയൻ സാഹചര്യത്തിൽ ഒരാൾ ജോലി ചെയ്താൽ ഉള്ള ഡെയിലി വേജ് എന്ന് പറയുന്നത് 1 വെള്ളിക്കാശാണ്. അപ്പൊ അത് പറഞ്ഞൊത്തു, ഹാപ്പിയായി. അങ്ങനെ അവർ ജോലിക്ക് പോകുന്നു. എന്നാൽ വീണ്ടും ഈ ഉടമസ്ഥൻ പുറത്തിറങ്ങി. 3-ാം വാക്യം: 3-ാം മണി നേരത്തും പുറപ്പെട്ട് മറ്റു ചിലർ ചന്തയിൽ മിനക്കെട്ട് നിൽക്കുന്നത് കണ്ടു. ഈ മിനക്കെട്ട് നിൽക്കുക എന്ന് പറഞ്ഞാൽ അവരെ ആരും ജോലിക്ക് വിളിക്കാത്തതുകൊണ്ട് അവർ നിൽക്കുന്ന ഒരു സാഹചര്യമാണ് ഇവിടെ കാണുന്നത്. അവരവിടെ നിൽക്കുന്നത് കണ്ടു. എന്നിട്ട് നിങ്ങൾ മുന്തിരിത്തോട്ടത്തിൽ പോകുവിൻ, ന്യായമായത് തരാം എന്ന് അവരോട് പറഞ്ഞു. അവർ പോയി. ഇവിടെ 3-ാം മണി നേരത്താണ് വിളിക്കുന്നത്. അതിനുശേഷമുള്ള വാക്യം കൂടെ വായിക്കാം. അവൻ 6-ാം മണി നേരത്തും
9-ാം മണി നേരത്തും ചെന്ന് അങ്ങനെ തന്നെ ചെയ്തു. വീണ്ടും 9-ാം മണി നേരം കൊണ്ട് തീർന്നില്ല. പിന്നെ എന്താ? 6-ാം വാക്യം, 11-ാം മണി നേരത്തും ചെന്ന് മറ്റു ചിലർ നിൽക്കുന്നത് കണ്ടിട്ട് നിങ്ങൾ ഇവിടെ പകൽ മുഴുവൻ മെനക്കെട്ട് നിൽക്കുന്നത് എന്ത് എന്ന് ചോദിച്ചു. ഇവിടെ ഉടമസ്ഥൻ 11-ാം മണി വരെ ചെന്ന് അവരെ വിളിക്കുന്നു. ഇവിടെ പറയുന്നൊരു മറുപടിയുണ്ട്. ഞങ്ങളെ ആരും കൂലിക്ക് വിളിക്കായ കൊണ്ടത്രേ എന്ന് അവർ പറഞ്ഞപ്പോൾ നിങ്ങളും മുന്തിരിത്തോട്ടത്തിലേക്ക് ചെല്ലുവീൻ എന്ന് അവരോട് പറഞ്ഞു. അപ്പോൾ ജോലി ലഭിക്കാതെ നിൽക്കുന്ന വേലക്കാർ അവരോട് പറയും നിങ്ങളും പൊയ്ക്കോളാൻ പറഞ്ഞു. അപ്പൊ ഇവിടുത്തെ ആ സമയക്രമം നമ്മളൊന്ന് മനസ്സിലാക്കുന്നത് നല്ലതാണ്. പുലർച്ച എന്ന് പറയുമ്പോൾ പ്രഭാതകിരണം പൊട്ടി വരുന്നൊരു സമയം, 6 മണി നേരം. അതിനുശേഷമായി 9-ാം മണി 3-ാം മണി നേരത്ത് വിളിക്കുന്നു. 3-ാം മണി എന്ന് പറയുമ്പോൾ ഇന്ത്യൻ സമയം രാവിലെ 9 മണി. അത് കഴിഞ്ഞിട്ട് 6-ാം മണി നേരത്ത് വിളിക്കുന്നു. ഇന്ത്യൻ സമയം ഉച്ചയ്ക്ക് 12 മണി. അതിനുശേഷം 11-ാം മണിക്കും എന്ന് പറഞ്ഞാൽ വൈകിട്ട് 5 മണി ആയപ്പോഴും ഈ ഉടമസ്ഥൻ ജോലിക്കാരെ വിളിക്കുക. ഇവിടുത്തെ ന്യായമായ ഒരു സംശയം നമുക്കുണ്ടാകാം. എന്തുകൊണ്ടാണ് ഈ ഉടമസ്ഥൻ പുലർച്ചയ്ക്ക് വിളിച്ചു, അതിനുശേഷം 9 മണിക്ക് വിളിക്കുന്നു, ഉച്ചയ്ക്ക് 12 മണിക്ക് വിളിക്കുന്നു, വൈകിട്ട് 5 മണിയായപ്പോഴും വിളിക്കുന്നു? എന്തുകൊണ്ടാണ് ഈ ഉടമസ്ഥൻ ഇങ്ങനെ വിളിക്കാൻ കാരണം? അതിന്റെ ഒരു പശ്ചാത്തലം നമ്മൾ മനസ്സിലാക്കേണ്ടത് ആവശ്യമാണ്. അത് മനസ്സിലാക്കിയെങ്കിലേ ഈ ഉപമയുടെ പൊരുൾ നമുക്ക് മനസ്സിലാകും. ഈ പാലസ്തീനിയൻ കോണ്ടെക്സ്റ്റിൽ നേരത്തെ പറഞ്ഞല്ലോ, മുന്തിരിത്തോട്ടത്തിലെ ഫലം അത് ശേഖരിക്കാൻ വേണ്ടിയാണ് ഈ വേലക്കാരെ വിളിക്കുന്നത്. സെപ്റ്റംബർ മാസം ഏകദേശം അവസാന ആഴ്ചകൾ ആണ് ഫലശേഖരണം നടക്കുന്നത്. ഈ മുന്തിരിക്കുലകൾ പഴുത്താൽ അത് പെട്ടെന്ന് തന്നെ ശേഖരിക്കേണ്ടതാണ്. 1-2 ആഴ്ചകൾ കഴിഞ്ഞാൽ പെട്ടെന്ന് പാലസ്തീനിയൻ കോണ്ടെക്സ്റ്റ് അനുസരിച്ച് മഴ പെയ്യാൻ സാധ്യതയുണ്ട്. അങ്ങനെ മഴ പെയ്താൽ ഈ മുന്തിരിത്തോട്ടത്തിലെ കായ്കനികളെല്ലാം നശിച്ചു പോകും. അതുണ്ടാകരുത്. അതുകൊണ്ട് ഏറ്റവും പെട്ടെന്ന് തന്നെ ഈ ഫലശേഖരണം നടത്തണം. അതുകൊണ്ടാണ് ഈ വീട്ടുടമസ്ഥൻ രാവിലെ പോയി കിട്ടാവുന്ന ജോലിക്കാരെ മുഴുവൻ വിളിക്കുന്നു, 9 മണിക്ക് പോയി ലഭിക്കാവുന്ന എല്ലാ ജോലിക്കാരെയും വിളിക്കുന്നു, 12 മണിക്കും ഏറ്റവും അവസാനം 5 മണിക്ക് വരെ ഓടി നടന്ന് കിട്ടാവുന്നവരെല്ലാം വിളിച്ചോണ്ട് വന്നിട്ട് പെട്ടെന്ന് അവർക്ക് 1 മണിക്കൂർ ആകട്ടെ, ചെയ്യാൻ കഴിയുന്നത് ചെയ്യട്ടെ, ഏറ്റവും വേഗത്തിൽ ഈ മുന്തിരിക്കുലകൾ അറുത്തെടുത്ത് സൂക്ഷിപ്പാൻ കഴിയും. അങ്ങനെ ഒരു അർജൻസി അവിടെയുണ്ട്. അതുകൊണ്ടാണ് അദ്ദേഹം ഓടി നടക്കുന്നത്. എല്ലാവർക്കും ന്യായമായ കൂലി പറഞ്ഞെത്തു. പ്രത്യേകിച്ച് ആദ്യം വന്നവർക്കാണ് ന്യായമായ കൂലി പറഞ്ഞു വെക്കുന്നത്. മറ്റുള്ളവരോട് ന്യായമായത് തരാമെന്ന് പറഞ്ഞിട്ട് അവരെ വിടുന്നു. അതെ, അതിന്റെ 4-ാം വാക്യത്തിൽ കാണുന്നു, ന്യായമായത് തരാമെന്നാണ് അവരോട് പറയുന്നത്. അവരതിന് സന്തോഷത്തോടെ അംഗീകരിച്ച് ജോലിക്ക് ഇറങ്ങുന്നു. ഇവിടെ അടുത്ത ഭാഗം എന്ന് പറയുന്നത് പ്രധാനപ്പെട്ടതാണ്. 8-ാമത്തെ വാക്യം വരുമ്പോൾ, സന്ധ്യയായപ്പോൾ
മുന്തിരിത്തോട്ടത്തിന്റെ ഉടയവൻ തന്റെ വിചാരകരോട് വേലക്കാരെ വിളിച്ചു പിൻപന്മാർ തുടങ്ങി മുമ്പന്മാർ വരെ അവർക്ക് കൂലി കൊടുക്കുക എന്ന് പറഞ്ഞു. അങ്ങനെ 11-ാം മണി നേരത്ത് വന്നവർ ചെന്ന് ഓരോ വെള്ളിക്കാശ് വാങ്ങി. അപ്പൊ ശ്രദ്ധിക്കൂ, ഇവിടെ കൂലി കൊടുക്കുന്ന സമയമെത്തി. 11-ാം മണിക്ക് വന്നവർ എന്ന് പറഞ്ഞാൽ 5 മണി ആയപ്പോൾ വന്നവർക്കാണ് ആദ്യം കൂലി കൊടുത്തത്. അവർക്ക് ഒരു വെള്ളിക്കാശാണ് ലഭിച്ചത്. അവർ എത്ര സമയം ജോലി ചെയ്ത് കാണും? സാധാരണ പാലസ്തീനിയൻ സാഹചര്യം അനുസരിച്ച് 6 മണി വരെ മാത്രമേ ജോലി ചെയ്യാറുള്ളൂ. വൈകിട്ട് 6 മണി വരെ മാത്രം. അങ്ങനെയാണെങ്കിൽ 5 മണിക്ക് ജോലിക്ക് വന്ന ഈ കൂട്ടർ, ഏറ്റവും അവസാനം വന്ന ഈ കൂട്ടർ 1 മണിക്കൂർ മാത്രമേ ജോലി ചെയ്തുള്ളൂ. ഈ 1 മണിക്കൂർ മാത്രം ജോലി ചെയ്ത് കൂലിക്ക് എന്നപ്പോൾ 1 വെള്ളിക്കാശ് കിട്ടി. അവരെ സംബന്ധിച്ചിടത്തോളം ഇതൊരു വലിയ സഹായമാണ്. 1 മണിക്കൂർ ജോലി ചെയ്തപ്പോൾ 1 ദിവസത്തെ വേതനം ലഭിച്ചു. അവർ മുഖത്ത് വളരെ സന്തോഷമുണ്ടായി. സന്തോഷത്തോടുകൂടിയായിരിക്കാം അവർ അവിടെ നിന്ന് മടങ്ങുന്നത്. അതിന്റെ 10-ാം വാക്യം, മുമ്പന്മാർ വന്നപ്പോൾ തങ്ങൾക്ക് അധികം കിട്ടുമെന്ന് നിരൂപിച്ചു, അവർക്കും ഓരോ വെള്ളിക്കാശ് കിട്ടി. നോക്കണേ, ഇവിടെ രണ്ടാമത് വന്നത്, ഏറ്റവും അവസാനം എന്ന് നമുക്ക് പറയാം, വന്നിരിക്കുന്നത്, കൂലി വാങ്ങിക്കാൻ വന്നിരിക്കുന്നത് ആദ്യം ജോലിക്ക് വന്നവരാണ്, മുൻപന്മാരായിട്ടുള്ളവർ. ഇവിടെ അവർ വന്നപ്പോൾ അവർക്ക് 1 വെള്ളിക്കാശ് ആണ് ലഭിക്കുന്നത്. 11-ാമത്തെ വാക്യം, അത് വാങ്ങിയിട്ട് അവർ വീട്ടുടയവന്റെ നേരെ പിറുപിറുത്തു. ഈ പിൻപന്മാർ 1 മണി നേരം മാത്രം വേല ചെയ്തിട്ടും നീ അവരെ പകലത്തെ ഭാരവും വെയിലും സഹിച്ച ഞങ്ങളോട് സമന്മാരാക്കിയല്ലോ എന്ന് പറഞ്ഞു. അവർക്ക് ഒരു പിറുപിറുപ്പുണ്ടായി. എന്താ പിറുപിറുപ്പിന്റെ കാരണം? എന്താണ്? തങ്ങളോട് പറഞ്ഞൊത്ത കൂലി ലഭിക്കാത്തതാണോ? അല്ല. പിന്നെ എന്താ? തങ്ങളെക്കാൾ പിൻപന്മാരായി വന്നവർക്ക് ഈ വീട്ടുടമസ്ഥൻ 1 വെള്ളിക്കാശ് തന്നെ കൊടുത്തപ്പോൾ അതിൽ അവർക്ക് മാനസികമായ വിഷമമുണ്ടായി. അവർ പറയുന്ന ഭാഗം, ഇവർ 1 മണി നേരം മാത്രമേ ജോലി ചെയ്തുള്ളൂ, പകലത്തെ വെയിലും ഇത്രയും അധ്വാനവും ചെയ്ത ഞങ്ങൾക്കും അവർക്കും ഒരുപോലെ കൂലി കൊടുത്തപ്പോൾ ഞങ്ങളെ അവരെയും നീ സമന്മാരാക്കി കളഞ്ഞല്ലോ എന്ന് പറഞ്ഞു. വളരെ പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ്, സമന്മാരാക്കിയല്ലോ. അതുതന്നെയാണ് യഹോവയുടെ ഏറ്റവും കാതലായ വചനമെന്ന് പറയുന്നത്. അങ്ങനെ ആ വേലക്കാരുടെ വായിൽ നിന്ന് തന്നെ ആ ആശയം പുറത്തു വരികയാണ്, ഞങ്ങളെയും അവരെയും സമന്മാരാക്കിയല്ലോ എന്നുള്ളത്. സ്വർഗരാജ്യത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ആശയമാണ് ഇവിടെ പങ്കുവയ്ക്കുന്നത്. ഇങ്ങനെ അവർ അവരുടെ കാര്യം പറഞ്ഞു. അപ്പോൾ വീട്ടുടമസ്ഥൻ തന്റെ ഭാഗം വിശദീകരിക്കുന്നു. അതിലേക്ക് വരാം. അതിന്റെ 13-ാം വാക്യം, അവനിൽ ഒരുത്തനോട് അവൻ ഉത്തരം പറഞ്ഞത്, സ്നേഹിത, ഞാൻ നിന്നോട് അന്യായം ചെയ്യുന്നില്ല. നീ എന്നോട് 1 പണം പറഞ്ഞൊത്തില്ലയോ? നിന്റേത് വാങ്ങി പൊയ്ക്കൊള്ളുക. നിനക്ക് തന്നതുപോലെ ഈ പിൻപനും കൊടുക്കുവാൻ എനിക്ക് മനസ്സ്. എനിക്കുള്ളതിനെ കൊണ്ട് മനസ്സുപോലെ ചെയ്യുവാൻ എനിക്ക് ന്യായമില്ലയോ? ഞാൻ നല്ലവനാകൊണ്ട് നിന്റെ കണ്ണ് കടിക്കുന്നുവോ? അപ്പോൾ വീട്ടുടമസ്ഥൻ തന്റെ ഭാഗം വിശദീകരിക്കുന്നു. നീ എന്തിനാണ് കണ്ണ് കടിക്കുന്നത്?
ഈ പിൻപന്മാർക്ക് ഇത് കൊടുത്തതിൽ ന്യായമായത് കൊടുക്കാൻ എനിക്ക് മനസ്സുണ്ടെങ്കിൽ ഞാൻ കൊടുക്കും. നീ എന്തിനാ ചോദ്യം ചെയ്യുന്നത്? നിന്നോട് പറഞ്ഞൊത്ത തുക ഞാൻ നിനക്ക് നൽകിയില്ലേ? ആദ്യം ഈ പിൻപന്മാർക്ക് വിളിച്ച് കൂലി കൊടുത്തപ്പോൾ മുൻപന്മാർ മനസ്സിൽ ചിന്തിച്ചു കാണും, ഞങ്ങൾക്ക് എന്തായാലും അല്പം കൂടെ കൂടിയൊരു കൂലി ആയിരിക്കും തരാൻ പോകുന്നത്, ഞങ്ങളെ അല്പം കൂടെ പരിഗണിക്കുമായിരിക്കും, ഞങ്ങളല്ലേ ആദ്യം വന്നത്, ഞങ്ങൾക്ക് ഇവിടെ നല്ല എക്സ്പീരിയൻസ് ഇല്ലേ, രാവിലെ മുതൽ ജോലി ചെയ്യുന്നതല്ലേ, അപ്പോഴെന്തായാലും ഞങ്ങൾക്ക് ഈ കണക്കിന് നോക്കിയാൽ ഒരു 10 വെള്ളിക്കാശ് വരെ കിട്ടാനുള്ള സാധ്യതയുണ്ട്. പക്ഷേ വീട്ടുടമസ്ഥൻ പറയുന്നു, നിങ്ങളോട് പറഞ്ഞൊത്തു ഞാൻ തന്നു, അന്യായമായി ഞാനൊന്നും ചെയ്യുന്നില്ല. ഈ ഉപമയിലൂടെ യേശുക്രിസ്തു പങ്കുവെക്കാൻ ആഗ്രഹിക്കുന്ന സന്ദേശങ്ങൾ എന്താണെന്ന് നമുക്കൊന്ന് ശ്രദ്ധിക്കാം. ഒന്നാമതായി ദൈവരാജ്യത്തിന്റെ പ്രിൻസിപ്പിൾസ് എന്താണെന്ന് യേശു പറയാൻ ആഗ്രഹിക്കുകയാണ്. അതിന് യേശു തന്റെ ശിഷ്യന്മാർക്ക് ഒരു മുന്നറിയിപ്പ് കൊടുക്കുന്നു. ശിഷ്യന്മാരോട് യേശു നിശബ്ദമായി പറയുന്ന സന്ദേശം ഇതാണ്: ഈ ദൈവരാജ്യത്തിന്റെ ഭാഗമാകാൻ നിങ്ങളെ ഞാൻ ആദ്യം വിളിച്ചിട്ടുണ്ട്. നിങ്ങളാണ് ആദ്യം ഈ ദൈവരാജ്യത്തിന്റെ ഭാഗമായി വന്നത് എന്നതുകൊണ്ട് ഒരു പ്രത്യേക പരിഗണന ഉണ്ടാകും എന്ന് നിങ്ങൾ ചിന്തിക്കുന്നു. ദൈവരാജ്യത്തിൽ എല്ലാവരും തുല്യരാണ്. രണ്ടാമത്, യേശു യഹൂദന്മാരോട് ഒരു സന്ദേശം അറിയിക്കുകയാണ്. യഹൂദന്മാരുടെ ചിന്തയനുസരിച്ച് യഹൂദന്മാരെ ദൈവം ഒരു വിശേഷ ജാതിയായി വേർതിരിച്ചിട്ടുണ്ട്. ആ ദൈവത്തിന്റെ വചനത്തിൽ നൽകിയിട്ടുള്ള കാര്യമാണ്. എന്നാൽ ഇവിടെ യേശുക്രിസ്തു വ്യക്തമാക്കുന്നു, ഞാൻ വിശദീകരിക്കുന്ന ഈ ദൈവരാജ്യത്തിൽ ഒരു പ്രത്യേക രാജ്യത്തിനൊരു പദവി, പ്രത്യേക ഒരു ജാതിക്കൊരു പദവി, അങ്ങനെയൊന്നില്ല. എല്ലാവരും ക്രിസ്തുവിൽ തുല്യരാണ്. എല്ലാവരും ദൈവരാജ്യത്തിൽ തുല്യരാണ്. സാമൂഹ്യമായി നാം നോക്കിയാൽ അന്നത്തെ കാലത്ത് യഹൂദന്മാർ പുലർത്തി വന്ന ചിന്തകളിൽ പ്രധാനപ്പെട്ട ഒരു ചിന്തയായിരുന്നു തൊടിയിലും തീണ്ടലും. മറ്റ് ജാതിക്കാരെ അവർ വളരെ താഴ്ന്ന നിലവാരത്തിലാണ് പരിഗണിച്ചിരുന്നത്. ഈവൻ അവരുടെ സഹോദരങ്ങളായിരിക്കുന്ന ശമരിയക്കാരെ പോലും വളരെ താഴ്ന്ന നിലയിലാണ് പരിഗണിച്ചിരുന്നത്. അവരുമായി സഹകരിക്കാനോ അവരുമായി ഒന്നിച്ച് പ്രാർത്ഥിക്കാനോ അവരുടെ പട്ടണങ്ങളിലേക്ക് പോകാനോ അവർ താമസിക്കുന്ന പ്രദേശത്തേക്ക് സഞ്ചരിക്കാനോ ഒന്നും യഹൂദന്മാർ താല്പര്യപ്പെട്ടിരുന്നില്ല. അങ്ങനെയൊക്കെ ഒരു മേധാവിത്വ മനോഭാവം പുലർത്തിയിരുന്ന യഹൂദന്മാരോടായിട്ട് യേശു പറയുന്നൊരു കാര്യമുണ്ട്. അങ്ങനെ ഒരു രാജ്യത്തിന്റെ രാജാവായി, അങ്ങനെ ഒരു രാജ്യത്താണ് നിങ്ങൾ പ്രതീക്ഷിക്കുന്നതെങ്കിൽ എന്നെ അതിന് നായകനായി ലഭിക്കത്തില്ല. അതുമാത്രമല്ല, അങ്ങനെ ഒരു ദൈവരാജ്യം വിഭാഗീയതകളുടെ, മേധാവിത്വങ്ങളുടെ ഒരു ദൈവരാജ്യം പ്രഘോഷിക്കാനല്ല ഞാൻ വന്നിരിക്കുന്നത്. ഇവിടെ ദൈവത്തിന്റെ രാജ്യത്തിന്റെ
തത്വം വിശദീകരിക്കുമ്പോൾ യേശു പറയുന്നുണ്ട്, എല്ലാവരും ക്രിസ്തുവിൽ തുല്യരാകുന്നു. അടുത്തതായി നമുക്ക് കാണാൻ കഴിയുന്നത് യേശു ക്രിസ്തുവിന്റെ കരുണ ഇവിടെ വ്യക്തമാക്കുകയാണ്. അതിന്റെ കാര്യം എന്താണ്? മുൻപന്മാർ മാത്രമല്ല, എല്ലാവർക്കും തുല്യമായത് പങ്കിട്ട് കൊടുത്തു എന്ന് കാണുമ്പോൾ തന്നെ എല്ലാവരെയും ജോലിക്ക് വിളിച്ചു എന്നുള്ളതും പ്രാധാന്യമുള്ള കാര്യമാണ്. രാവിലെ 6 മണിക്കുള്ളവരെ മാത്രമല്ല, 9 മണിക്കും 12 മണിക്കും 5 മണിക്കും ഉള്ളവരെ വിളിച്ചു എന്നതിൽ യേശുവിന്റെ ഒരു കരുതൽ മനോഭാവമാണ് കാണാൻ കഴിയുന്നത്. ഈ വ്യക്തികൾ വന്ന് ജോലി ചെയ്തിട്ട് വേണം ലഭിക്കുന്ന കാശുമായി ഭവനത്തിൽ പട്ടിണിയിരിക്കുന്നവരെ അവർക്ക് ആഹാരം വാങ്ങിക്കുവാൻ. ഇന്നത്തെ ഒരു ദിവസം ജോലി ഇല്ലെങ്കിൽ ആ ജോലിക്കാരന്റെ ഭവനം പട്ടിണിയാണ്. അപ്പോൾ യേശു ഇവരെല്ലാം പരിഗണിക്കുകയാണ്. നമുക്കറിയാം, സമൂഹത്തിലായാലും മുൻഗണനയിൽ നിൽക്കുന്നവരെ പരിഗണിക്കുന്ന ഒരു രീതിയാണുള്ളത്. എന്നാൽ യേശു എല്ലാവരെയും അംഗീകരിക്കുന്നതായി ഇവിടെ കാണാൻ കഴിയും. 4ാമത് യേശു പങ്കുവെക്കുന്ന ഒരു സന്ദേശം യേശുക്രിസ്തുവിന്റെ ജനറോസിറ്റിയാണ്, ഔദാര്യ മനസ്കത. അവൻ ആദ്യം വന്ന ആൾക്ക് ഒരു വെള്ളിക്കാശ് കൊടുത്തു, പിന്നീട് വന്നവർക്കും അതേ തുക തന്നെ വേതനമായി കൊടുക്കുമ്പോൾ യേശു അവിടെ വ്യക്തമാക്കുന്നത് താൻ ഔദാര്യപൂർണനാകുന്നു എന്നുള്ളതാണ്. മുൻപ് ഞാൻ പറഞ്ഞു തന്നെ, നോക്കിയാൽ ഈ 5 മണി നേരത്ത് വന്ന 5 മണിക്ക് വന്ന ഈ വേലക്കാരന് ഒരു വെള്ളിക്കാശ് കൊടുക്കാതെ അതിന്റെ 10 കൊടുത്താൽ അതുമായി ഭവനത്തിൽ ചെന്നാൽ അവിടെ ഇരിക്കുന്ന എല്ലാവരുടെയും പട്ടിണി അകറ്റാനുള്ള ആഹാരം വാങ്ങിക്കുവാൻ തികയത്തില്ല. അതുകൊണ്ട് യേശു സാമൂഹികമായ മനുഷ്യ നിർമ്മിതമായ നീതി വ്യവസ്ഥകളെ മറികടന്നിട്ട്, സാമൂഹ്യ വ്യവസ്ഥകളെ മറികടന്നിട്ട് യേശു അവിടെ പ്രവർത്തിക്കുന്നതായി കാണാൻ കഴിയും. എന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരെ, ദൈവരാജ്യത്തിന്റെ മൂല്യമാണ് ഈ ഉപമ വ്യക്തമാക്കുന്നത്. എന്താ ഉപമ വ്യക്തമാക്കുന്നത്? യേശു ക്രിസ്തുവിൽ ആരംഭിച്ച ഈ ദൈവരാജ്യത്തിൽ തന്റെ സൃഷ്ടികൾ എല്ലാവരും തുല്യരാകുന്നു എന്ന് യേശു പങ്കുവയ്ക്കുകയാണ്. നമുക്കറിയാം, വേദപുസ്തകത്തിൽ യേശുക്രിസ്തു നൽകിയിരിക്കുന്ന പ്രധാനപ്പെട്ട 2 ഉപദേശങ്ങളിൽ ഒന്ന് തിരുവത്താഴ ശുശ്രൂഷയാണ്. കർത്താവിന്റെ മേശ വ്യക്തമാക്കുന്ന സന്ദേശം എന്നത് കൂട്ടായ്മയാണ്, ഫെലോഷിപ്പ്, എ ടേബിൾ ഫെലോഷിപ്പ്. അതിന്റെ വിശദീകരണമായി യേശു പഠിപ്പിക്കുന്ന കാര്യം ഈ ഉപമയുമായി ഒരുപാട് ബന്ധമുള്ളതാണ്. ഇവിടെ യേശു സമത്വത്തെയും അതുപോലെ തന്നെ കൂട്ടായ്മയുടെ അനുഭവത്തെയും വിശദീകരിക്കുന്നു. യേശു തിരുവത്താഴ് ശുശ്രൂഷയെ കുറിച്ച് പറയുമ്പോൾ പറയുന്ന 2 ഭാഗങ്ങളുണ്ട്. ഒന്ന് അപ്പത്തെക്കുറിച്ചാണ്,
പലരായ നാം ഒരേ അപ്പത്തിന്റെ അംശികളാണ്. അപ്പോ ഒരപ്പത്തിന്റെ അംശികളായി പലർ വരുന്നു. ഒരേ പാനപാത്രത്തിന്റെ ഓഹരിക്കാരായി ദൈവരാജ്യത്തിലുള്ളവർ പങ്കെടുക്കുന്നു. ഇത് രണ്ടും വ്യക്തമാക്കുന്നത് യേശുക്രിസ്തു വിഭാവനം ചെയ്യുന്ന ദൈവരാജ്യത്തിൽ എല്ലാവരും ഒരപ്പത്തിന്റെ അംശികളാണ്, ഒരു പാനപാത്രത്തിന്റെ ഓഹരിക്കാരാണ്. ഇവിടെ വേറുകൃത്യങ്ങളില്ല, വിഭാഗീയതയില്ല. സമ്പന്നന്മാർക്ക് പ്രത്യേക താലങ്ങളിൽ പാനപാത്രം കൊടുക്കാൻ ഇവിടെ ധാരണയില്ല. ഏതെങ്കിലും ഉന്നതകുല ജാതന്മാർക്ക് മുറിക്കുന്ന അപ്പത്തിന്റെ പ്രധാന ഭാഗം കൊടുക്കാൻ യേശു പ്രസ്താവിക്കുന്നില്ല. പള്ളിപ്രമാണിയാണെങ്കിലും പരീശനാണെങ്കിലും മഹാപുരോഹിതനാണെങ്കിലും സാധാരണക്കാരിൽ സാധാരണക്കാരനാണെങ്കിലും ഇവിടെ ടേബിൾ ഫെലോഷിപ്പിൽ അവര് ദൈവരാജ്യത്തിന്റെ അംഗമാണെങ്കിൽ ഒരപ്പത്തിന്റെ അംശങ്ങളായിരിക്കണമെന്ന് യേശുക്രിസ്തു പഠിപ്പിച്ചു. ഇന്ന് സഭാതലങ്ങളിൽ നമ്മുടെ സമൂഹത്തിൽ കാണുന്ന ഒരു കാര്യം, പണത്തിന്റെയും ജാതി മേൽക്കോയ്മകളുടെയും അടിസ്ഥാനത്തിൽ ജനിച്ചു വീണ വർഗത്തിന്റെ മേൽക്കോയ്മ പറഞ്ഞുകൊണ്ട് അതിന്റെയും അടിസ്ഥാനത്തിൽ സമൂഹത്തെ വെട്ടി നുറുക്കി കഷ്ണങ്ങളാക്കി മാറ്റിയിരിക്കുന്ന കാഴ്ച വളരെ വേദനയോടെ കൂടിയാണ് നാം കാണുന്നത്. ലോകത്തെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നങ്ങളിലൊന്നാണ് റേസിസം. വർഗത്തിന്റെ അടിസ്ഥാനത്തിൽ ജനങ്ങളെ വേർതിരിക്കുന്നത്. അതിന്റെ അടുത്തതായി വരുന്നതാണ് മതത്തിന്റെ അടിസ്ഥാനത്തിലുള്ള വേർതിരിവ്. വർഗത്തിന്റെ അടിസ്ഥാനത്തിലുള്ള വേർതിരിവിൽ ഇന്ത്യയിൽ കാണുന്ന ഒരു കാര്യമാണ് ജാതി വ്യവസ്ഥിതി എന്നുള്ളത്. താൻ പോലും അറിയാതെ ജനിച്ചു വീണ ജാതിയുടെ കുടുംബത്തിന്റെ പേരിൽ സമൂഹത്തിൽ അവഗണിക്കപ്പെടുകയും പാർശ്വവൽക്കരിക്കപ്പെടുകയും ചെയ്യുന്ന എത്രയോ മനുഷ്യർ പാർക്കുന്ന ഒരു രാജ്യമാണ്. എന്നാൽ യേശു ദൈവരാജ്യത്തിന്റെ മൂല്യമാണ് ഇവിടെ വ്യക്തമാക്കുന്നത്. പ്രിയമുള്ളവരെ, ഇന്ന് സമൂഹത്തിൽ മുഴങ്ങിക്കേൾക്കേണ്ടത് ദൈവരാജ്യത്തിന്റെ ചിന്തകളാണ്. ദൈവിക നീതിയിൽ അധിഷ്ഠിതമായ സമൂഹത്തിലെ എല്ലാവരെയും ഒരുപോലെ ഉൾക്കൊള്ളുന്ന ആ ദൈവരാജ്യത്തിന്റെ ശബ്ദത്തിന്റെ വക്താക്കളായി തീരുവാൻ ദൈവം നമ്മെ എല്ലാവരെയും അതിനുവേണ്ടി ഒരുക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. സമൂഹത്തിൽ പ്രതീക്ഷയറ്റ അനേകർക്ക് പ്രതീക്ഷയായി തീരുവാൻ ഈ ദൈവരാജ്യത്തിന്റെ സന്ദേശം ഉതകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ഈ വചനങ്ങളാൽ ദൈവം നമ്മെ എല്ലാവരെയും ധാരാളമായി അനുഗ്രഹിക്കട്ടെ. God bless everyone. Thank you.